നല്ല കട്ടിയുള്ള സൈസ് മീനാണ് കിട്ടിയാക്കണത്. അത് നന്നായിട്ടൊന്ന് വെട്ടി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കറി വെച്ചെടുക്കാം. തേങ്ങ അരക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കറി വെക്കണമെന്നൊന്ന് നോക്കാം. ഒരു ചെറിയ സൈസ് സവാള, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 തണ്ട് വേപ്പില എല്ലാവരും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 3 പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പുളി, ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുക്കണത്. കുടംപുളി ചെറുതായിട്ട് കീറി അതാണ് ഇട്ട് കൊടുക്കണത്. ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചിങ്ങാട് വരുമ്പോൾ നമുക്ക് ഈ മീനൊക്കെ പെരക്കി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മീനൊക്കെ പെരക്കിയിട്ട് കൊടുക്കുക. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കത്തിച്ചൊന്ന് തിളപ്പിക്കണം. പിന്നെ ചെറുതീയിൽ ഒരു 5 മിനിറ്റ് ഇട്ട് ചെറുതീയിലിട്ടൊന്ന് ചെറുതീയിലിട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി കിട്ടും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. പെട്ടെന്ന് തന്നെ കഴിയും. നമുക്ക് കറണ്ടില്ലാത്ത സമയത്തൊക്കെ മീൻ കറി വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണതാണ് നല്ലത്. കറണ്ട് വരാനൊന്നും കാത്തു നിൽക്കണ്ടല്ലോ തേങ്ങ അരക്കാനായിട്ട്. തേങ്ങ അരക്കേണ്ട ആവശ്യവുമില്ല.